ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിന് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ദൈവം അത് നീതിയായി കണക്കിടട്ടെ, പ്രതിഫലം നൽകട്ടെ. വചനത്തോട് കാണിക്കുന്ന സ്നേഹത്തിന് സ്വർഗം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ഒത്തിരി സ്തുതിച്ച് മഹത്വപ്പെടുത്തി പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളോട് പറയാൻ വളരെ പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശൗമേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം 1 ശൗമേൽ 17-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 ശൗമേൽ 17-ാം അധ്യായം 46-ാമത്തെ വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ദാവീദ് രാജാവാണേ പറയുന്നത്. അന്നവൻ രാജാവായിട്ടില്ല. ഏലാ താഴ്വരയിൽ 10, 16, 17 വയസ്സൊക്കെ പ്രായം എന്ന് വിചാരിക്കാം. സഹോദരന്മാരുടെ ക്ഷേമം തിരക്കാൻ വേണ്ടി അപ്പൻ പറഞ്ഞയച്ചപ്പോൾ ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ നിരകളെ നിന്ദിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ മാറ്റൊലി മുഴങ്ങിയിരിക്കുകയാണ്. ഭയത്തോടും വിറയലോടും കൂടെ 40 ദിവസമായി ശൗലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യനിര ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ഈ സമയത്ത് രംഗപ്രവേശനം ചെയ്യുകയാണ് ദാവീദ്. കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. മുമ്പിലേക്ക് കയറി ചെല്ലുന്ന പ്രത്യേക നിമിഷം ഏത്? ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് സായുധ സന്നാഹത്തോടെ ഇരുപുറവും പരിച പിടിച്ചും തൻ്റെ കയ്യിൽ അലകും പിടിയുമുള്ള കുന്തം പിടിച്ചും ശത്രു വന്നാൽ കുത്തിമറത്താനുള്ള ആർജവത്തോടെ ആരോഗ്യത്തോടെ കാത്തു നിൽക്കുന്ന ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ്റെ മുമ്പിലേക്ക് കൊച്ചു ദാവീദ് കവണിയുമായി ചെല്ലുന്ന ആ ഒരു രംഗമാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ സന്ദേശത്തിന് തലവാചകമായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിപ്രകാരമാണ്: പറഞ്ഞ് ജയിച്ചവൻ. പറഞ്ഞ് ജയിച്ചവൻ. ദാവീദ് അങ്ങ് ചെല്ലുക, ഒരു കവണിയും കല്ലുമായി. പൊക്കത്തിൽ കുറഞ്ഞ, കണ്ടാൽ സുന്ദരനാണ്, പക്ഷെ യുദ്ധത്തിന് സൗന്ദര്യമൊന്നും വിഷയമല്ലല്ലോ. അങ്ങോട്ട് ചെല്ലുമ്പോൾ, അഥവാ ഗോലിയാത്തിൻ്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ, ദാവീദ് ഈ വാക്യത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞപ്പോൾ 4 കാര്യങ്ങളാണ് ഒറ്റ വാക്യത്തിൽ പറഞ്ഞത്. 1, യഹോവ ഇന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. 2, ഇന്ന് ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിക്കും. 3, ഞാൻ ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും കൊടുക്കും. 4, ഇസ്രായേലൊരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഒരു സാധ്യതയില്ലാത്തപ്പോഴാണെന്ന് ഓർത്തോളണം. ഒരു കൂട്ടമാണെന്നും കൂടെ നിൽക്കാനില്ല. ഒരു കവണിയുമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ, ശക്തമായ ആയുധധാരിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ധൈര്യത്തോടെ പറയുകയാണ്. ദാവീദിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം. ഞാൻ ഒത്തിരി വാക്യങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം അങ്ങ് പറയും, വിശ്വാസത്തിൻ്റെ വാക്ക് പറയും, പറഞ്ഞ് ജയിക്കും. ദൈവസന്നിധി നിന്നുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എന്ത് സംഭവിക്കും, ഇപ്പോഴെന്നാ നടക്കാൻ പോകുന്നത്, ഇപ്പോൾ പറയുക, നടന്നില്ല, അങ്ങ് മുമ്പിലേക്ക് എത്തിയില്ല, പക്ഷെ ആ നടക്കുന്ന വഴിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ആർക്കും കണക്ക് കൂട്ടാൻ പറ്റാതെ, കണ്ണിമ ചിമ്മാതെ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ശൗലും തൻ്റെ സഹോദരങ്ങളടക്കമുള്ള സൈന്യവും നോക്കി നിൽക്കുമ്പോൾ, യുദ്ധത്തിൻ്റെ യാതൊരുവിധ പിന്നാമ്പുറങ്ങളും അറിയാത്ത, യുദ്ധത്തിൻ്റെ യൂണിഫോം ഇല്ലാത്ത സാധാരണക്കാരനായിരിക്കുന്ന ഇടയച്ചെറുക്കൻ പറഞ്ഞുകൊണ്ട് ചെല്ലുക. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം അതാണ്. കവണിയല്ല, കല്ലല്ല, മല്ലനല്ല, ഒന്നുമല്ല. പറഞ്ഞുകൊണ്ട് ചെല്ലുക. എന്ത് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നേ? തൻ്റെ ഇടമായി പറയുക, ഇന്ന് ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിക്കും. നിൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യത്തെ ഞാൻ ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കും. എനിക്കൊരു ദൈവമുണ്ട്, അഥവാ ഇസ്രായേലൊരു ദൈവമുണ്ടെന്ന് സകല ഭൂമിയും അറിയും. ഇതും പറഞ്ഞുകൊണ്ടങ്ങ് ചെല്ലുക. പറഞ്ഞുകൊണ്ടങ്ങ് ചെല്ലുക. ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞതുപോലെ നടന്നോ?
ദൈവത്തിൽ വിശ്വസിച്ചവൻ പറഞ്ഞതുപോലെ നടന്നു. ഇനി തിരിച്ച് ഗോലിയാത്ത് മിണ്ടാതെ അയ്യോ എന്നും പറഞ്ഞ് പേടിച്ച് വാവത്തി നിൽക്കുകയല്ല. അങ്ങേരും ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അത് മുകളിൽ വായിച്ചു നോക്ക്. ഇനി പറയുന്നുണ്ട്, ഇനി വാടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് പറഞ്ഞതാ നടന്നത്? ആര് പറഞ്ഞതാ നടന്നത്? വലിയ ആനക്കാരിയൊന്നുമല്ല ഞാൻ ഈ രാവിലെ തോറും പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ഗ്രഹിക്ക്. എതിരാളിയും കുറെ കുത്തിപ്പിടിച്ച് പ്രാകുന്നുണ്ട്, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ രണ്ടുപേരും കട്ടയ്ക്ക് പറയുന്നുണ്ട്. ഗോലിയാത്തും പറയുന്നുണ്ട്, ഇങ്ങ് വാ, നിന്റെ മാംസം ഞാൻ ആകാശത്തിലെ പക്ഷികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. പക്ഷെ ആര് പറഞ്ഞതാ നടന്നത്? ആര് പറഞ്ഞതാ നടന്നത്? നിങ്ങൾക്ക് ഇന്നത് കേൾക്കുമ്പോൾ ധൈര്യമുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മോനാ, ഞാൻ ദൈവത്തിൻ്റെ മോളാ, ആർക്കും ദോഷമൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുക, കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. അതുകൊണ്ട് എനിക്കെതിരെ ആളുകൾ എന്തെല്ലാം നിന്നെ ഇല്ലാതാക്കും, കൊല്ലും, തിന്നും, നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാലും ആര് പറഞ്ഞതാ നടന്നത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ പറയുന്നത് നടക്കും. എതിരാളി പലതും പറയും. അപ്പോഴേക്കും നമ്മളങ്ങ് ചുരുണ്ടിട്ടതേ അവൻ പറഞ്ഞ കേട്ടോ, അവൾ പറഞ്ഞ കേട്ടോ, എന്നെക്കുറിച്ചല്ലേ പറഞ്ഞത്, കണ്ടില്ലേ, ഇതിൻ്റെ പുറകെ പോകും. ഇതൊരു തന്ത്രമാട്ടോ, സാത്താന്യ തന്ത്ര. അവൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ കേട്ടോ എന്നും പറഞ്ഞ് ഗോലിയാത്തിൻ്റെ പുറകെ പോവുകയാണോ? തെളിവും കൊണ്ട് പോവുകയാണോ? അല്ല. നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. നീ എനിക്ക് പറയാനുണ്ട്. എന്താ? നീ പറഞ്ഞു ഇന്ന് എന്നെ ശരിയാക്കുന്നു. ഞാൻ പറയുന്നു ഇസ്രായേലിലൊരു ദൈവമുണ്ട്. നിന്നെ ഞാൻ തട്ടൂന്നല്ല, എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ തരും. അതെനിക്ക് ഉറപ്പുണ്ട്. ആര് പറഞ്ഞതാ നടന്നത്? പറഞ്ഞ് ജയിച്ചൊരു മനുഷ്യനാ പല കേസിലും ദാവീദ് കേട്ടോ. 2 വാക്യം കൂടി അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തു പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. 18-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഏതാണ്ട് മതിലിൻ്റെ മുമ്പിൽ നിന്നുണ്ടോന്നല്ലേ പറയും. ഇതൊരു ആത്മീകമാണ്. ദാവീദ് പറയുന്നത് ശരിയാണ്, മതിലുണ്ട്, മതിൽക്കെട്ടുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഞാൻ ഒളിക്കാനും പുറകോട്ടോടാനും പോവുകയല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ അങ്ങോട്ട് വരിക, പടക്കൂട്ടത്തിന് നേരെ വരിക. എനിക്ക് തോന്നുന്നു ഇതാണോ സംഭവം എന്ന് എനിക്കറിയില്ല. എൻ്റെ ദൈവത്താൽ പറഞ്ഞ് ജയിക്കുക, ഞാനങ്ങ് വരിക, ഞാൻ ആ മതിൽ ചാടിക്കിടക്കും. നടന്നോ? മതിലിടിഞ്ഞ് അവൻ്റെ നെഞ്ചത്ത് വീണെന്നോ? മതിൽ കണ്ടവൻ പുറകോട്ട് ഓടിയെന്നല്ല, എത്രയോ മതിലുകൾ ചാടിക്കിടന്നവനാണ് ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹോദരങ്ങൾ കെട്ടിയത്, ശത്രുക്കളെപ്പോലെ ശൗല് കെട്ടിയത്, ഫെലിസ്തീൻ കെട്ടിയത്, എല്ലാ മതിൽക്കെട്ടുകളും ചാടിക്കിടന്നില്ലേ? സ്വന്തം മകൻ അബ്ശാലോം കെട്ടിപ്പൊക്കിയത്, അദോനിയാവ് അങ്ങനെ ദൈവസന്നിധിയിൽ ദാവീദിന് വിരോധമായിട്ട് അഖീതോഫേൽ അടക്കമുള്ള പലരും കെട്ടിപ്പൊക്കിയ മതിലുകൾ ചാടിക്കിടന്നില്ലേ? പറഞ്ഞ് ജയിച്ചു. ഒരു വാക്യോടെ കാണിച്ചു തരാം. 118-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ എന്തെഴുതിയിരിക്കുന്നത് അറിയാമോ? ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ടും ചത്തുപോയി എന്ന് നാട്ടുകാർ പറഞ്ഞ സ്റ്റേജ് വന്നു. കുഴി വെട്ടിക്കോളാൻ പറഞ്ഞ് അത്രയും ലാസ്റ്റ് കൈവിട്ടു. അപ്പം ദാവീദ് പറയുക, നിങ്ങൾ മൂക്കി പഞ്ഞി വയ്ക്കാനും പെട്ടി മേടിക്കാനൊക്കെ വരട്ടെ, ഞാനിപ്പോൾ ഒന്നും ചാവിയല്ല, ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവനോടിരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പറഞ്ഞ് ജയിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ? സാധ്യതകളൊന്നുമില്ലാത്തപ്പോൾ, അനർത്ഥങ്ങൾ മുമ്പിൽ കിടക്കുമ്പോൾ, മുമ്പോട്ട് പോകാൻ വഴിയില്ലാതിരിക്കുമ്പോൾ, പടുകൂറ്റൻ മതിലുകൾ മുമ്പിൽ വരുമ്പോൾ, അവിടെയൊക്കെ പറയുക, ഞാൻ മതിൽ ചാടിക്കിടക്കും, ഞാൻ മരിക്കുകയല്ല, ഞാൻ നിൻ്റെ നേരെ വരികയാണ്, നിന്നെ ദൈവം എൻ്റെ കയ്യിലേൽപ്പിക്കും. ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചു ദൈവമക്കളെ. ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പറയുന്ന ഒരാത്മീക സത്യമുണ്ട്. ആത്മീക ജീവിതത്തിൽ നമ്മൾ പറയുന്നതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. വെള്ളം കുടിക്കാതെ ഉപവസിച്ചിട്ട് പറയുന്നത് ചീറ്റിപ്പോയാൽ ഈ ഉപവസിച്ചതൊക്കെ പോയി. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല ആളുകളെ പലരും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പാവങ്ങൾ, പക്ഷെ പറച്ചിലിനകത്ത് തകർത്ത് കളയും.
കണ്ണീരുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്. പക്ഷെ അവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്ന സാധാരണ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ നല്ല കല്ലൻ വാക്കുകളാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സാധാരണ സംഭാഷണത്തിൽ ഈ സ്വരുക്കൂട്ടി ഇതെല്ലാം തകർത്ത് കളയും. അതുകൊണ്ട് ദൈവാത്മാവ് എന്തോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുന്നു. ആത്മീകനായ നിനക്ക് ചില കാര്യങ്ങളെ പറഞ്ഞ് ജയിക്കാം. വാക്ക് തർക്കവും കലഹവും ഒച്ചപ്പാടുമല്ല ഈ പറയുന്നത്. നീ നിൻ്റെ സ്റ്റാൻഡ് പറയണം. നിൻ്റെ ഭാഗം ദൈവമായിട്ട് ബന്ധത്തിലാണെങ്കിൽ, മനസാക്ഷി വഞ്ചിക്കുന്നില്ലെങ്കിൽ, കള്ളത്തരം പറഞ്ഞ് വലിയ വാചകം അടിക്കരുത്. ദൈവം കൂടെ നിൽക്കില്ല. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവം എന്നെ ചില കാര്യത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തോടെ, പൂർണ്ണ ബോധ്യത്തോടെ, എൻ്റെ ജീവിതമാണ്, എൻ്റെ കുടുംബമാണ്, എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യമാണ്, ഇവിടെ ഞാൻ പരാജിതനാകുകയില്ല. ഞാൻ പറയുന്നു, എൻ്റെ ദൈവം നീതിയുള്ളവനാകിയാൽ എൻ്റെ ഭാഗം ജയിക്കുമെന്നല്ല, എൻ്റെ കർത്താവ് എന്നെ പരാജയപ്പെടുത്തില്ല. ആരെയും തോപ്പിച്ചിട്ട് എനിക്ക് ആരുമാകാനല്ല, പക്ഷെ എനിക്ക് നീതി കിട്ടും. എൻ്റെ കണ്ണീരിന് മറുപടി ഉണ്ടാകും. എൻ്റെ പ്രയത്നം വ്യർത്ഥമാകില്ല. എൻ്റെ കർത്താവ് എന്നോട് കൂടെ വരും. ഞാൻ മരിക്കില്ല, ജീവനോടിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ എൻ്റെ മുമ്പിൽ നിന്ന് മതിലുകളുണ്ട്, ഞാൻ ചാടിക്കിടക്കും. എൻ്റെ മുമ്പിൽ സൈന്യം നിൽക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരിക, പേടിച്ചോടില്ല. ഇങ്ങനെ ദൈവസന്നിധിയിൽ പറഞ്ഞ് ജയിപ്പാൻ ഒരു പരിശ്രമം നടത്തിക്കൂടെ? പറയാം നല്ല വാക്കുകൾ നമ്മെക്കുറിച്ച്. കഴിവില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാം. സ്വർഗ്ഗം അത് ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദാവീദിൻ്റെ ജീവിതം എത്രയോ പ്രാവശ്യം ഞങ്ങൾക്ക് അനുദിന ചിന്തകൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. ഇന്നിതാ പുതിയ ഒരു ചിന്ത ജനത്തോട് ഞാൻ പറഞ്ഞു. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ഇന്നതാ സംഭവിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതങ്ങനെ സംഭവിക്കുമായിരുന്നു. അപ്പാ, വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൂത് ചിലർക്ക് അനുഗ്രഹമാകട്ടെ. അവരും പറയട്ടെ, അപ്പടി മതിലാണ്, തടസ്സമാണ്, ജീവിക്കാൻ പറ്റിയല്ല. അങ്ങനെ അല്ലപ്പാ, തിരിച്ചു പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം. ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ മരിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ജയിച്ച ജയാളിയെ ഞങ്ങൾ ദാവീദിൽ കാണുന്നു. നാഥാ, ഈ ഗുണപാഠം അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ഞാൻ ദൈവമക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ മെസ്സേജ് അയക്കുന്നു. ഒത്തിരി പേരെ ധൈര്യപ്പെടുത്തട്ടെ. ക്രിസ്തീയ ജീവിതം പഠിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.